നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ സെന്ററുകളിലെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ ഏകദിന പരിശീലന പരിപാടി ആൽഫ തറവാട്ടിൽ നടന്നു. ചെയർമാൻ KM നൂറുദ്ദീന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ജിതിൻ മാത്യു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഓരോ ഫിസിയോതെറാപ്പിസ്റ്റും പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവതരണങ്ങൾ നടത്തി. ആൽഫയുടെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി വിഭാഗം പുനർജനി എന്ന പേരുമാറ്റി ആരത്രിക എന്ന പുനർനാമകരണം ചെയ്യുകയാണെന്ന് ചെയർമാൻ അറിയിച്ചു. ഭാവിയിൽ എല്ലാ 3 മാസം കൂടുമ്പോഴും ആൽഫ തറവാട്ടിൽ എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുമാരുടെയും CME സംഘടിപ്പിക്കാനും മാസത്തിലൊരിക്കൽ ഓൺലൈനായി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. പുനലൂർ ആവണീശ്വരം APPM HS സ്കൂളിൽ ആരുഷ് ക്ലബ് ഉദ്ഘാടനവും പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ R പത്മ ഗിരീഷ് ആരുഷ് ക്ലബ് ഉദ്ഘാടനം നിർവഹിച്ചു. ആൽഫ പുനലൂർ സെന്റർ പ്രസിഡന്റ് അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് നജും, സ്കൂൾ അധ്യാപിക പാർവതി, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ ഗൗരി സ്വപ്ന, അമൽ ഗീവർഗീസ്, NSS പ്രോഗ്രാം ഓഫീസർ അനിത എന്നിവർ നേതൃത്വം നൽകി. ആൽഫ പുനലൂർ സെന്റർ പുതിയൊരു ലൈബ്രറി ആരംഭിക്കാൻ തീരുമാനിച്ചു. പൊതുജനങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ സമാഹരിച്ചാണ് ഇത് നടപ്പിലാക്കുക. സെന്ററിന്റെ ട്രഷററും സാമൂഹ്യ പ്രവർത്തകയും റിട്ടയേർഡ് ലേബർ ഓഫീസറും എഴുത്തുകാരിയുമായ ഗീത R എഴുതിയ ചവറ പാറുക്കുട്ടി കഥകളിയുടെ പെണ്ണരങ്ങ് എന്ന പുസ്തകം ആൽഫ ഭാരവാഹികൾക്ക് കൈമാറി ലൈബ്രറി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സ്വന്തമായി കെട്ടിടങ്ങളില്ലാത്ത ആൽഫയുടെ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിലാണ്. പഴയ വീടുകളാണ് മിക്കപ്പോഴും ഇതിനായി ലഭ്യമാകുന്നത്. മെച്ചപ്പെട്ട അന്തരീക്ഷമാകണമെന്നില്ല നന്നായി അറ്റകുറ്റപ്പണികൾ നടപ്പാക്കാത്ത ഇവയ്ക്ക്. പഴയ കെട്ടിടത്തിന് പുതിയ അന്തരീക്ഷം നൽകി ആൽഫ മൂവാറ്റുപുഴ സെന്റർ വ്യത്യസ്തമാകുകയാണ്. ചുമരുകളിൽ ആകർഷണീയമായ വലിയ ചിത്രങ്ങൾ ഒരുക്കിയാണ് മൂവാറ്റുപുഴ സെന്റർ ഇത് നടപ്പാക്കിയിരിക്കുന്നത്. ഫിസിയോതെറാപ്പി സേവനത്തിനെത്തുന്നവരുടെ മാനസിക നിലയിൽ അർത്ഥവത്തായ വ്യത്യാസം വരുത്തുവാൻ കഴിയും വിധമാണ് ചിത്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് സംരംഭത്തിന് നേതൃത്വം നൽകിയ സെന്റർ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.